സുഖല്ലേ? എവിടെ എന്നെ കാണാനല്ലോ സിദ്ധിയെ. ഗൈസ്, നമ്മൾ ദുബായിൽ നിന്നും സലാലയ്ക്കുള്ള അതിമനോഹരമായിട്ട് ട്രിപ്പിലാണ് ഇപ്പോൾ. പക്ഷെ ഇങ്ങനെ പറക്കാണ്. പക്ഷെ അഭിപ്രായങ്ങൾ പറയും. 1500 കിലോമീറ്റർ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ ചീഫ് ഗസ്റ്റ് സിദ്ധിയാണ് ഇന്നത്തെ ഗസ്റ്റ്. സിദ്ധിയെ ഇതെല്ലാം വിശേഷങ്ങൾ പറഞ്ഞ നമ്മളെ കുട്ടികളോട്. പിന്നെ ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിൻ്റെ രീതിയിൽ എൻജോയ് ചെയ്യും. കുടുംബം നോക്കാനുള്ള നോക്കാം. അതിനോടൊപ്പം നമ്മൾ എൻജോയ് ചെയ്യണം. അസർപ്പോ എന്താ പറഞ്ഞാൽ എന്താണ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? അപ്പോൾ ചില ആൾക്കാർ പറയും ഓറഞ്ച് കാർഡ് വേണം, അത് വേണം, ഇത് വേണം, ഒന്നും വേണ്ട. പിന്നെ കത്തം സെക്കലാൻ വഴി വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസായിദ് വഴി വരാൻ ശ്രമിക്കുക. കത്തം സെക്കലാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ സലാലയിലേക്കുള്ള യാത്ര തുടരുകയാണ് അല്ലേ? അവനോ നമ്മളിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് സലാലയിൽ വരുന്നത്. എല്ലാ വർഷവും നമ്മൾ സലാലയിൽ വരും. ഈ ഖരീഫ് സീസണിൽ സലാലിൽ എൻജോയ് ചെയ്യും. ഇപ്പോൾ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബൈയിൽ 50-55 ഡിഗ്രി ചൂടാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒമ്പിച്ച ക്ലൈമറ്റ്, നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ സലാലിൽ വരിക, എൻജോയ് ചെയ്യുക. ഒന്നുമില്ല, ബൈ റോഡ് വരുമ്പോൾ അല്ലൈൻ വരി വരികയാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ കത്തം സക്രാം വഴിയാണ് മസിയാദ് വന്നത്. അപ്പോൾ അല്ല, കത്തം മസിയാദ് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം നേരെ പിന്നെ ഇബിരി കിട്ടും. ഫസ്റ്റ് ഇബിരിയിൽ നിന്നും നിസുവയിൽ നിന്നും നേരെ നമ്മൾ സലാല മെയിൻ ഹൈവേയിൽ പിടിക്കുക. ഓൾമോസ്റ്റ് ഒരു 1300 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്. ദുബൈയിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഡ്രൈവർമാരുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിക്കാരാണ്. 1350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സലാലിലെത്തി ഫസ്റ്റ് ജബൽ അയ്യൂബിൽ കയറി. അവിടുന്ന് പിന്നെ അയ്യൂബ് നബി കുളിച്ച്, അസുഖമാരി കുളത്തിൽ കുളിച്ചു. പിന്നെ നമ്മൾ ഹുസൈൻ ബീച്ചിൽ പോയി. അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മളുള്ളത് ജബൽ സംഹാനാണ്. ഇപ്പോൾ ജബൽ സംഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമ്മളെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദി ദർബാത്തിൽ പോകണം. അത് കഴിഞ്ഞാൽ കുറച്ചും ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നാളെ രാവിലെ നമ്മൾ നേരെ ട്രെയിനിലേക്ക് എത്തും. മസ്കറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ബെഡ്റൂമാളൊരു 30-40 റിയാൽ വരും അല്ലേ? 40 റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 400-450 ദിർഹംസ് വരും ഉള്ളേരി കൂടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സലാലിൽ വന്ന് നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്യുക, റോഡ് ആസ്വദിക്കുക. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ നമ്മൾ നാട്ടിൽ മാറിയില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ ചെറിയ കടയിലേക്ക് പോകുമ്പോണ്ടല്ലോ ഓടങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ മനസ്സൊക്കെ തുണത്ത് പോകണം. എൻ്റെ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് പറയാം. അടിപൊളി സംഭവം. 24 മണിക്കൂർ ഫോണങ്ങനെ പാറിക്കിടക്കുന്നതാണ്. പിന്നെ ദിവസവും നമ്മൾ ചീഫ് ഗസ്റ്റ് സിദ്ധിയാണ്. സിദ്ധിനെ നമ്മളെ ഗ്രൂപ്പിൽ ചേർത്തു. ഇനി നമ്മളെല്ലാ യാത്രയിലും സിദ്ധി ഉണ്ടാവും. സിദ്ധി എന്ന് പറഞ്ഞു കൊടുത്താൽ അടിപൊളി അനുഭവം. എല്ലാ യാത്രയിലുണ്ടാവും. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മജയിടാം. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൂറിൻ്റെ സെറ്റപ്പ് നമ്മൾ ദുബൈയിൽ നിന്ന് മൂന്നാം ദിവസം ഓക്കെ പറഞ്ഞോളി. സലാലയിലെ കഥകൾ നൗഫ് പറഞ്ഞു. നൗഫോ സലാലയെ പറ്റി പറഞ്ഞെടുത്ത് എന്തെല്ലാം അവിടെ അല്ലേ? ബെസ്റ്റ് ടൈമിലാണ്
ഇത് വന്നിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല കോട മൂടി, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത അത്രയും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാണ്. ഇപ്പോൾ കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും എത്രത്തോളം. ഞങ്ങളിപ്പോൾ ജബൽ സിംഹാനിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. ഇത് വന്നിട്ട് ഞങ്ങൾ ആദ്യം പോയത് അയ്യൂബ് ജബലിൽ പോയി. അവിടെ ഇതിനേക്കാളും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ അയ്യൂബ് നബി കുളിച്ച് കുളത്തിൽ കുളിച്ചു. അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് സേവ് ബീച്ചുണ്ടായി. അവിടെ നിന്ന് കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ അയനത്തും എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി നല്ല വ്യൂ പോയിൻ്റാണ്. അതിനുശേഷം രാവിലെ ഞങ്ങൾ ജബലയിലേക്ക് പോകുന്ന വഴിയിലേക്ക് നല്ല കോടയും നല്ല ക്ലൈമറ്റ്, ഓൺലി ക്ലൈമറ്റ്. നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ കാണേണ്ട സ്ഥലങ്ങൾ ജസ്റ്റ് നമ്മളെ ഈ പറഞ്ഞ സ്ഥലത്തിന് പുറമെ ഇതിന് തൊട്ടടുത്തായിട്ട് വാദി ദർബാത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അയൻ റിസാർട്ട് ഉണ്ട്. ഈ സ്ഥലം ചേർന്നത് ഇന്ത്യയിൽ വേറെ നല്ല സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അത് നല്ല അത്രയധികം ദിവസം നിൽക്കേണ്ട ഒരു ലെവലിൽ വരികയാണെങ്കിൽ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നൗഷോ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. 50 ഡിഗ്രി ചൂടാണ്. ഭയങ്കര ചൂടാണ്. ഓക്കെ, ജബല് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി. അവിടെ അടിപൊളി കോടുണ്ടായിരുന്നു. അത് കണ്ട് തിരിച്ച് അതേ വഴി പോരുമ്പോൾ നല്ല ക്ലൈമറ്റ്, കോട കൊണ്ട് മൂടി കിടക്കും പ്രദേശം മൊത്തം. നമ്മൾ ടെൻ്റ് അടിച്ച് നല്ല വൈബാക്കി തിരിച്ച് വൈകുന്നേരം എല്ലാം റൂമിൽ പോയി. അപ്പോൾ ഇത്ര ഞങ്ങൾക്ക് പറയാനേ ഉള്ളൂ. അടിപൊളി ക്ലൈമറ്റ്. ജബൽ അയ്യൂബ് ഇതേ മജ എനിക്ക് പറഞ്ഞേ മജ. ആ വണ്ടികൾ മഞ്ഞന്ന് കയറി ധനൂസിനെ പ്രാണോണ്ട് പോണാരോ കാണില്ലടാ. അപ്പൊ നമ്മൾ 5ാമത്തെ പ്രാവശ്യം ജബൽ അയ്യൂബിൽ കുളിക്കാൻ വേണ്ടി പോവാണ്. 5 വട്ടമായി നമ്മൾ ജോഷാവിടെ നോക്കാനെ കാണാനല്ലോ. ഭയങ്കര തണുപ്പില്ല വെള്ളമാണ്. വെള്ളം തണുപ്പുണ്ടോ? ഹമ്മദ് കം ആദാ ആദാ കം आधा हंसली वाला कैसे भाईजान, ये क्लाइमेट बहुत अच्छा, हम थोड़ा ना क्या आएगा. सही है. धंधा कैसा अच्छा है बोले. അയ്യൂബിനെ കുളിച്ച കുളത്തിലാണ് നമ്മുടെ ഫുൾ ടീം മുങ്ങാൻ പോവാണ് ഗൈസ്. ഇതാണ് കണ്ടില്ല ഞങ്ങള്, ഇതാണ് കുളം. അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ സലാലിയിൽ വരിക, അയ്യൂബിനെ കുളത്തിൽ നിന്ന് കുളിക്കുക. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒമാനി റെസ്റ്റോറൻറ്റിൽ വന്നാണ്. ഒരു അടിപൊളി ഫുഡാണ്. ആദ്യം ഇങ്ങനെ കൂട്ടിയിട്ട് ഒമാനി സ്റ്റിൽ ഫുള്ള് കല്ല് ചൂടുന്ന ഫുഡ് അല്ലേ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയുന്നത്? 18 റിയാൽ അല്ലേ, 18 റിയാലിന് ഇത്രയും മട്ടൺ 150 ദിർഹംസ് വരും. അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ ചുറ്റുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജിറ്റിയിൽ വന്നാണ് ഗൈസ്. പക്ഷേ ജിറ്റിയിൽ നല്ല ഫ്രഷ് മട്ടൺ ഒമാനി ഫുഡാണ്. കിച്ചണിൽ കല്ലുമ്മ ചുട്ട സാധനങ്ങളാണ് പണിക്കാരൻ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. സിദ്ധിയെല്ലാം അടിച്ച് കീറാൻ വേണ്ടി നിൽക്കുകയാണ്. സിദ്ധി എങ്ങനെയുണ്ട് മാനോ? നമ്മള് കാത്തുന്ന വട്ടറാങ്ങൾ തീർന്നു. ഷോ هذا شو قرمة هذا زين ما شاء الله ما شاء الله. എന്താണ് പറഞ്ഞേ? ഇത് സൂപ്പറാ. هذا رئيس
هذا شو الرؤوس وهذا عيش ايش هذا شوف هذا جيب 3 هذا مطبخ هذا مزبي لحم طيب كثير ماشي فهنا ما شاء الله ആട് ചുട്ടതാണല്ലേ ആട് ചുട്ട് هذا شو هذا بصل سلادة هذا شتني سدني ما شاء الله هذا كله ترتيب الامور الطيبه مشكور يا اخي مشكور ما في هذا كبير معلقه كبير شوف അങ്ങനെ നമ്മളെ ആംബ്ലേറ്റ് മൂന്നാമത്തെ ഗഡു സെറ്റാക്കി വാദി ദർബാത്തിലാണുള്ളത് മനോഹരമായി അസർപ്പെല്ലാം ഇങ്ങനെ ചാറ്റാണ് കാണുന്നില്ല അല്ലേ എന്തല്ല ഇനി മജ അയക്കണ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിച്ചിങ്ങോട്ട് വന്ന് മജ ഉണ്ടോ ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാടാ 4ാമത്തെ ട്രിപ്പ് ആംബ്ലേറ്റ് അസർപ്പിന് 5 മുട്ട വെച്ചിട്ടാണ് കീറുന്നത് ഒരു ട്രൈ മുട്ട കലീജി മുട്ട കീറി ഇങ്ങോട്ട് കൊടുക്കുക അസർപ്പ് വൈൻഡപ്പ് ചെയ്യാൻ നമ്മള് ഇനി കുറച്ച് സ്ഥലം അവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അടുക്കുന്ന ഞാള് പോണില്ല ഇനി ഇങ്ങനെ നമ്മള് മജ കഴിഞ്ഞു നാളെ 3-4 ദിവസം മജ ഉള്ളൂ നമ്മള് 5-6 ട്രിപ്പ് കഴിഞ്ഞു അപ്പൊ നമ്മള് കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യും അടുത്ത പുതിയ വീഡിയോ ഇടാൻ നമുക്കൊരു മജ ഉണ്ടാവുള്ളൂ കേട്ടോ ഇൻഷാ അല്ലാ താങ്ക് യു ഗൈസ് താങ്ക് യു വെരി മച്ച് നമ്മളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വാദി ദർബാത്തിലാണ് ഇൻഷാ അല്ലാ നമ്മൾ നാളെ രാവിലെ തിരിക്കും മസ്കറ്റിൽ നിന്ന് 2-3 ടീംസിലെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ദുബായിലേക്ക് പോകും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിച്ചോളി എന്തേ ലവോ പിന്നെ നല്ല നമുക്ക് അടുത്ത വീഡിയോക്ക് ഒരു മജ ഉണ്ടാവുള്ളൂ നമുക്ക് ഇടാനുള്ളൊരു താല്പര്യം വേണ്ടേ ഇൻഷാ അല്ലാ അപ്പോൾ നമ്മൾ എല്ലാവരോടും സലാലയോട് വീഡിയോ പറഞ്ഞ് മസ്കറ്റിലേക്ക് പോകും നമ്മൾ നാളെ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. വാദി ദർബാത്ത് നിന്ന് കാണിച്ചു കൊടുത്താൽ ഫൈനലി ഇതാണ് വാദി ദർബാത്ത്. ഭയങ്കര ട്രാഫിക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ബോട്ടിലൊന്നും പോയിക്കില്ല. ബോട്ടിൽ കണ്ടമാനം ടൈമിംഗ് ആണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ആംബ്ലേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ പോവാം. താങ്ക് യു, ബൈ. ഓക്കെ. Tie-dye. Wonder where this fairy came from. She's from heaven. Heart size of the Amazon. Hand steady, hair long. Holding fire in her hands. She starts to dance. Oh, mystical, magical, beautiful queen of the night. നമ്മളെ റൂമാണിത്. ഇന്ന് 3 ദിവസം നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇന്നലെ വേറെ റൂമായിരുന്നു. നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. 2 റൂം നമ്മൾ എടുത്തത്. കുട്ടികളുടെ ഫുൾ സെറ്റിലാണ്. അങ്ങനെ റൂം എങ്ങനെയുണ്ട്? അത്യാവശ്യം മോശമല്ല, നല്ല റൂമാണ്. സലാല സാധാന്ന് പറഞ്ഞ സാർ 2 റൂമായിട്ടാണ് നമ്മൾ എടുത്തത്. വലിയ പ്രൈസും ഇല്ല. 2 റൂമിനും പാടെ 45 റിയാൽ അല്ലേ? 40 റിയാൽ. 40 റിയാലുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ നമ്മളിതിൽ മെൻഷൻ ചെയ്യും. ബ്രാൻഡ് ന്യൂ ബിൽഡിംഗ് ആണ്. സലാലയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നമ്മൾ വിടണം. കോൺടാക്ട് നമ്പറും വെക്കാം. ഓക്കെ ഗൈസ്. ഏതായാലും വാങ്ങി ദിവാന അലുവ അല്ലേ? നമ്മളെ സെഫുവാണ് നമ്മളിവിടെ എല്ലാം കൊടുത്ത് കാണിച്ചു തന്നെ. സെഫുവിന് 1000 താങ്ക്സും കൊടുക്കും. ഏതെല്ലാം വെറൈറ്റി അവിടെ ഉള്ളത്? तुम थोड़ा रूम में जाके बाइक बुला.